ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ ഫയൽ ചെയ്തിട്ടുള്ള പൊതുതാൽപര്യ ഹർജിയിൽ വനിതാ കമ്മീഷനെ സ്വമേധയാ കക്ഷി ചേർക്കാൻ ഉത്തരവായിട്ടുണ്ട് എന്നുള്ള വിവരം മാധ്യമങ്ങളിലൂടെയാണ് മനസ്സിലാക്കിയത്. ഞാൻ കമ്മീഷൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ അഡ്വക്കേറ്റ് പാർവതി മേനോനെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ നമുക്കങ്ങനെ ഒരു നോട്ടീസ് ലഭ്യമായിട്ടില്ല എന്നുള്ള കാര്യമാണ് അറിയാൻ കഴിഞ്ഞത്. തീർച്ചയായും നോട്ടീസ് കൈപ്പറ്റിക്കഴിഞ്ഞാൽ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം എന്തൊക്കെയാണ് വനിതാ കമ്മീഷൻ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ആ കാര്യങ്ങളൊക്കെ തന്നെ വനിതാ കമ്മീഷൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് അറിയിക്കുകയാണ്. ഹൈക്കോടതിയിൽ ഈ നോട്ടീസ് ലഭ്യമായി കഴിഞ്ഞാൽ വനിതാ കമ്മീഷന് ഈ കാര്യത്തിലുള്ള നിലപാട് എന്താണ് എന്ന് ഹൈക്കോടതി മുമ്പാകെ അറിയിക്കും. തീർച്ചയായും ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് ശ്രീ സജിമോൻ പാറയിൽ നൽകിയിട്ടുള്ള ഹർജിയിൽ വനിതാ കമ്മീഷനെ ഇംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തന്നെയാണ് ഹർജി ഫയൽ ചെയ്തത്. ആ ഹർജിയിലും ഞങ്ങൾ കൃത്യമായി വനിതാ കമ്മീഷൻ്റെ നിലപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണം എന്ന് തന്നെയാണ്, സ്വകാര്യത മാനിച്ചുകൊണ്ട് വ്യക്തികളുടെ സ്വകാര്യത മാനിക്കണം എന്നുള്ള മൊഴി നൽകിയ സ്ത്രീകളുടെ ഉൾപ്പെടെ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് ആ സ്വകാര്യത മാനിച്ചുകൊണ്ട് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണം എന്നാണ് വനിതാ കമ്മീഷൻ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടതിനെ തുടർന്ന് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ള ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട്. തീർച്ചയായും ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് ഈ മൊഴി നൽകിയിട്ടുള്ള സ്ത്രീകൾക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സഹോദരിമാർക്കോ അവർക്ക് പരാതികൾ ഉണ്ടെങ്കിൽ ആ പരാതികൾ സ്വീകരിച്ചതിന് ശേഷം ആവശ്യമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ ഫയൽ ചെയ്തിട്ടുള്ള പൊതുതാൽപര്യ ഹർജിയിൽ തീർച്ചയായും സർക്കാരിൻ്റെ അഭിപ്രായങ്ങളും ആരായുന്നുണ്ട്. എങ്ങനെയാണ് പരാതിക്കാർക്ക് നീതി ലഭ്യമാവാൻ സാഹചര്യം ഒരുക്കുക, ആ സാഹചര്യങ്ങളെല്ലാം ഉറപ്പുവരുത്താൻ സർക്കാർ മുന്നോട്ട് വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും സിനിമാ മേഖല എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരുപാട് സ്ത്രീകൾ കൂടി ജോലി ചെയ്യുന്ന ഈ മേഖലയിൽ സ്ത്രീ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഈ മേഖലയിൽ ഉറപ്പുവരുത്താൻ വനിതാ കമ്മീഷൻ്റെ എല്ലാ തരത്തിലുള്ള ഇടപെടലും ഉണ്ടാവും എന്ന് ഉറപ്പു നൽകുകയാണ്. നാളെ കോഴിക്കോട് വെച്ച് തൊഴിലിടങ്ങളിലെ സ്ത്രീ എന്നുള്ള പ്രശ്നത്തെ ആസ്പദമാക്കിക്കൊണ്ട് വനിതാ കമ്മീഷൻ ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. വിമൻ ഇൻ സിനിമ കളക്റ്റീവിൻ്റെ പ്രതിനിധികളെയും കോഴിക്കോട് കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന പെൺകൂട്ട് ഉൾപ്പെടെയുള്ള സംഘടനകളെയും ആ സെമിനാറിൽ ഞങ്ങൾ പങ്കെടുപ്പിക്കുന്നുണ്ട്. അവരുടെ എല്ലാം അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് എങ്ങനെയാണ് വനിതാ കമ്മീഷൻ്റെ അധികാര പരിധിക്കകത്ത് നിന്നുകൊണ്ട് ഈ പ്രശ്നത്തിൽ ഇടപെടുക എന്നുള്ള കാര്യം ആലോചിച്ചുകൊണ്ട് യുക്തമായിട്ടുള്ള തീരുമാനങ്ങൾ വനിതാ കമ്മീഷൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന് ഉറപ്പു നൽകും. നിയമപരമായിട്ടുള്ള അതിൻ്റെ സാധ്യതകൾ പരിശോധിച്ചുകൊണ്ട് യുക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും. ഇതിന് സ്വമേധയാ കേസെടുക്കാൻ പറ്റില്ലേ സർക്കാർ? എന്താണ് അതിലൊരു പ്രശ്നം? എന്താണ് അതാണ് പറഞ്ഞത്, നിയമപരമായിട്ടുള്ള സാധ്യത. ഇപ്പോൾ ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ട് നൽകിയിട്ടുള്ള കമ്മിറ്റിയുടെ മൊഴി, ആ കമ്മിറ്റിക്ക് മുമ്പാകെ നൽകിയിട്ടുള്ള മൊഴി, ആ കമ്മിറ്റി തന്നെ പറഞ്ഞിട്ടുള്ളത് കമ്മിറ്റി തന്നെ അങ്ങനെ ഒരു നിർദ്ദേശം സർക്കാരിൻ്റെ മുമ്പാകെ വെച്ചിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ വ്യക്തിഗതമായിട്ടുള്ള വിവരങ്ങൾ, അവരുടെ പേര് പോലും അവർ ഇതുവരെയും പരസ്യപ്പെടുത്തിയിട്ടില്ല. ആർക്കെതിരായിട്ടാണോ പരാമർശങ്ങൾ ഉണ്ടായിട്ടുള്ളത് അത്തരത്തിലുള്ള പരാമർശത്തിന് വിധേയരായിട്ടുള്ള ആളുകളുടെ വിവരവും ഇതുവരെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. കമ്മീഷനും അതിനെ സംബന്ധിച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല. തീർച്ചയായിട്ടും ഈ മേഖലയിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതും ആ പ്രശ്ന പരിഹാരത്തിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കപ്പെടണം എന്നുള്ളതുമായിട്ടുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ എന്ത് തരത്തിലുള്ള നടപടികളാണ്, പരിഹാര മാർഗങ്ങളാണ് തങ്ങൾക്ക് വേണ്ടത് എന്ന് ഈ മൊഴി നൽകിയിട്ടുള്ള സ്ത്രീകൾക്ക് തന്നെ പറയാവുന്നതാണ്. വനിതാ കമ്മീഷൻ ആഗ്രഹിക്കുന്നത് നല്ല ആത്മധൈര്യത്തോടുകൂടി അങ്ങനെ പരാതിപ്പെടാൻ ഏത് തൊഴിൽ മേഖലയിലുള്ള സ്ത്രീകൾ മുന്നോട്ട് വരണമെന്നുള്ളതാണ്. സിനിമാ മേഖലയിൽ മാത്രമല്ല, ഏത് തൊഴിൽ മേഖലയിലായി കഴിഞ്ഞാലും നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ, സ്ത്രീത്വത്തിന് അപമാനിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും പരാതിപ്പെടാൻ ഇവിടെ നിയമവ്യവസ്ഥയുണ്ട്. ആ നിയമ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും അവരുടെ സ്വകാര്യത മാനിച്ചുകൊണ്ട് തന്നെ
സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കഴിയും. ആ തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാവണം. ആത്മവിശ്വാസത്തോടുകൂടി സ്ത്രീകൾ മുന്നോട്ട് വരട്ടെ അവരുടെ പരാതിയുമായിട്ട് എന്നുള്ളതാണ്. ആർക്കൊക്കെ എതിരായിട്ടാണ് പരാതിപ്പെടാനുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഏത് നിയമ സംവിധാനത്തിനും നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. ഏതെങ്കിലും ഒരു വ്യക്തിയെ തേജോവധം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിയില്ല. കൃത്യമായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിശോധിച്ചുകൊണ്ട് നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ നമ്മുടെ നിയമ സംവിധാനത്തിന് കഴിയുള്ളൂ. അപ്പോൾ വനിതാ കമ്മീഷന്റെ അധികാരപരിധിക്കകത്ത് നിന്നുകൊണ്ട് ഈ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനിൽ ഹൈക്കോടതി എന്താണോ ഞങ്ങളോട് നിർദ്ദേശിച്ചിട്ടുള്ളത് അതിനടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ വനിതാ കമ്മീഷൻ തയ്യാറാവും.